PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലമാണ് ഇടതുമുന്നണിയിൽ നടക്കുന്നത്. PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഇടതുമുന്നണിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. 5 മണിക്കാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചത്. അതിനു മുൻപായി നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി എന്നിവർ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത് ഒപ്പിടേണ്ടി വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ V ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. ഒരു തരത്തിലും പിന്നോട്ടില്ല, മാത്രവുമല്ല ഈ ഒപ്പുവെച്ച നടപടിയെ ന്യായീകരിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിലേക്കൊക്കെ നയിച്ച സാഹചര്യം എന്ന് നോക്കിയാൽ അത് ഇന്നലെ ഈ പദ്ധതിയുടെ ഭാഗമായി കേരളം ഒപ്പുവെച്ചതോടുകൂടിയാണ്. അത് CPIയുടെ കടുത്ത എതിർപ്പ് മറിഞ്ഞു കടന്നുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു. വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് സംസ്ഥാനത്തിന് വേണ്ടി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. 3 വർഷമായി കേരളം എതിർത്ത് പോന്ന പദ്ധതിയുമായാണ് ഇപ്പോൾ സഹകരിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ തടഞ്ഞുവെച്ച ഫണ്ട് ഉൾപ്പെടെ കേരളത്തിന് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏതാണ്ട് 1500 കോടിയുടെ SSA ഫണ്ട് കേരളത്തിന് ലഭ്യമാകും. ഇതൊക്കെ തടഞ്ഞു വെച്ചത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. തങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശപ്പെട്ട പണം എന്തിന് വേണ്ട എന്ന് വെക്കണം, അതുകൊണ്ടാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ആ ഫണ്ട് ഉൾപ്പെടെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മന്ത്രിസഭാ യോഗത്തിൽ CPI കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. പുറത്തു വന്നും ആ എതിർപ്പ് മാധ്യമങ്ങളോട് CPI നേതാക്കൾ പറഞ്ഞിരുന്നതാണ്. വേണ്ടത്ര ചർച്ച മുന്നണിയിൽ ഉണ്ടായിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് സർക്കാർ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. കേരളം ദേശീയ വിദ്യാഭ്യാസ ചട്ടക്കൂട് അംഗീകരിക്കേണ്ടി വരുമെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് CPI പ്രധാനമായും ഈ എതിർപ്പുയർത്തിയത്. എന്നാൽ പണം വാങ്ങിയാലും നയം മാറില്ല എന്നതാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറിയെ ഉൾപ്പെടെ കണ്ടുകൊണ്ട് ബിനോയ് വിശ്വം ഇതിലെ എതിർപ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളം ഒപ്പുവെച്ച ധാരണാപത്രം അനുസരിച്ച് 2020 ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണ തോതിൽ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതാണ് CPI ആവർത്തിച്ച് ഇതിനെ എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നത്. 2020 കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്തുമെന്നതാണ് PM ശ്രീ പദ്ധതിയിലൂടെ സർക്കാർ പ്രഖ്യാപിച്ചത്. ഇതിനായി 27,000 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇന്ത്യയിലെമ്പാടുമുള്ള കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ നടത്തുന്ന സീനിയർ സെക്കൻഡറി സ്കൂളുകളും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളായിരിക്കും ഈ രീതിയിൽ പദ്ധതിയുടെ ഭാഗമാകുക. ഇതൊക്കെ അനുകൂല ഘടകമാണെങ്കിലും ഈ വിദ്യാഭ്യാസ നയം പിന്തുടരേണ്ടി വരും, NEP പിന്തുടരേണ്ടി വരും, അതിലൂടെ കാവ്യവൽക്കരണം നടക്കും തുടങ്ങിയ എതിർപ്പുകളാണ് CPI ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തത്. അത് CPM CPI തർക്കത്തിലേക്ക് വരെ എത്തി. വലിയ രീതിയിൽ കൊമ്പുകോർക്കൽ നടന്നു. പക്ഷേ CPIയെ പാടെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി കേരളം മാറിയിരിക്കുന്നത്. ഇതോടെ ഇങ്ങനെ ഒരു പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ CPI നിർണായക യോഗങ്ങൾ ഇന്ന് ചേർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് ഇതിൽ എന്ത് തീരുമാനമെടുക്കണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞത്. യോഗത്തിനെത്തുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് ബിനോയ് വിശ്വം പ്രതികരിച്ചു. യോഗം കഴിയട്ടെ, പ്രതിഷേധം എങ്ങനെയെന്ന് യോഗത്തിൽ തീരുമാനിക്കും എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. CPIയുടെ നിലപാടിൽ മാറ്റമില്ലെന്നും പാർട്ടി നിലപാട് ഉടൻ പ്രഖ്യാപിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഈ യോഗത്തിന് ശേഷമുള്ള CPIയുടെ നിലപാട് എന്ത് എന്നത് നമ്മൾ കാക്കുകയാണ്. പക്ഷേ അത് വാർത്താ സമ്മേളനം ഇതുവരെ തുടങ്ങിയിട്ടില്ല. 5 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ത് പറയുന്നു എന്നതുകൂടി കേട്ടതിന് ശേഷം അതിനുള്ള മറുപടി കൂടി പറയാം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് 5 മണിയുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും അതിലേക്ക് വരും മുൻപ് ബിനോയ് വിശ്വം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞത് എന്നത് കേൾക്കാം. മുന്നണി മര്യാദയുടെ ലംഘനമാണെന്ന നിലപാട് ഉറച്ചിരിക്കുകയാണ്. വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു. ഒരു മുന്നണി, അതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകാനുള്ള വഴി ഇതല്ല. ആ വഴി അപ്പോൾ എന്താണ് നമുക്ക് മുന്നിലുള്ള പോംവഴി എന്ന CPIക്ക് മുന്നിലുള്ള പോംവഴി? കൂട്ടായി അന്വേഷിക്കാൻ നമുക്ക് പോംവഴികളൊക്കെ ഉണ്ടാക്കും. അല്ല, ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? പോകേണ്ട വഴി ഇതല്ല. ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട്. 12 മണിക്ക് അതിനുശേഷം കാണാം.
ബിനോയ് വിശ്വത്തിന്റെ ഈ മറുപടിയാണ് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളിലേക്കൊക്കെ വഴി തുറന്നത്. അത് അഭ്യൂഹം മാത്രമാണോ എന്ന് നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. CPI മുന്നണി വിടുമോ അല്ലെങ്കിൽ മന്ത്രിസഭായോഗം ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള കടുത്ത നിലപാടുകളിലേക്ക് CPI നീങ്ങുമോ തുടങ്ങിയ സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഉയരുന്നത്. എന്താണ് CPIയുടെ തീരുമാനം എന്നത് അല്പസമയത്തിനകം നമുക്കറിയാം. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. യോഗത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്ന വിവരമാണുള്ളത്. ഇനി നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടു ഒരു തീരുമാനത്തിലേക്കും എത്തേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ പ്രധാനമായും അല്ലെങ്കിൽ ആ വാദത്തിനായിരുന്നു ഈ യോഗത്തിൽ കൂടുതൽ ഭൂരിപക്ഷം എന്ന വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും CPI ഈ വിഷയത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ഉടൻ തന്നെ അറിയാം. ഈ സർക്കാർ കരാറിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദയുടെ ലംഘനം എന്നതായിരുന്നു CPI രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയായ P. സന്തോഷ് കുമാർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗോളി തന്നെ സെൽഫ് ഗോൾ അടിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹം ചോദിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. NEP അതുപോലെ PMCയെ CPI ന്യായമായ കാരണങ്ങളാൽ ശക്തിയുക്ത എതിർക്കുന്നു. അത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ നിലപാട് തന്നെയാണ്. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നടന്നിരിക്കുന്ന ഈ കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്നലെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന ഒരു ശ്രദ്ധേയമായ വാചകമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഇപ്പൊ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ CPI ഉയർത്തുന്ന ഈ വിയോജിപ്പ് അവർ ഈ മുന്നണി മര്യാദയുടെ ലംഘനമാണ് നടന്നത് തുടങ്ങിയ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേ തീവ്രതയോടുകൂടിയാണോ അല്ലെങ്കിൽ അതേ സീരിയസ്നെസ്സോടു കൂടിയാണോ CPMന്റെ നേതാക്കൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് സംശയം തോന്നും. LDF-ൽ ആകെ ഈ വിഷയം വലിയ പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ LDF കൺവീനർ പറയുന്നത് PM ശ്രീ കരാർ ഒപ്പിട്ടത് ഉദ്യോഗസ്ഥരല്ലേ എന്നൊരു ചോദ്യമാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ ചോദിക്കുന്നത്. CPIയുടെ അഭിപ്രായം മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇത് മന്ത്രി അറിഞ്ഞിട്ടായിരിക്കാം. ഉദ്യോഗസ്ഥന്മാരാണ് ഈ കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എന്താണ് വ്യവസ്ഥകൾ എന്ന് പരിശോധിച്ചതിന് ശേഷം ഈ കാര്യത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ പറയാനും അതെല്ലാം പരിഗണിക്കുന്നതിനുമുള്ള നിലപാട് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചു മുമ്പോട്ട് പോവുക എന്ന നിലപാടാണ് പൊതുവെ സ്വീകരിക്കുക. അതേസമയം ഈ ഘടകകക്ഷിയായ RJDയും ഇതിൽ എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട്.